അന്യസംസ്ഥാന തൊഴിലാളികളാണ് ഈ നാർക്കോട്ടിക് ഉൽപ്പന്നങ്ങൾ കൊണ്ടുവരുന്നത് എന്ന ഒരു ഇൻഫർമേഷൻ്റെ അടിസ്ഥാനത്തിലാണ് വ്യാപകമായ റെയ്ഡുകൾ നമ്മൾ നടത്തിയത്. 20ഓളം അന്യസംസ്ഥാന തൊഴിലാളി ക്യാമ്പുകളിൽ പരിശോധന നടത്തി. 4000 പാക്കറ്റോളം പാൻപരാഗ് ഉൽപ്പന്നങ്ങൾ നമുക്ക് ലഭിച്ചിരുന്നു. വീടിൻ്റെ ഡോറ് ബ്രേക്ക് ഓപ്പൺ ചെയ്ത് അകത്ത് കയറി 1.19 കിലോഗ്രാം ഗഞ്ച സീസ് ചെയ്തിട്ടുള്ളതാണ്. 300ഓളം ആളുകളെ നമ്മൾ പേഴ്സണലി ഫിസിക്കലി ചെക്ക് ചെയ്തിട്ടുണ്ട്. അന്യസംസ്ഥാന തൊഴിലാളികളായാലും 20ഓളം ക്യാമ്പുകൾ കയറി 300ഓളം പേരെ നമ്മൾ ഫിസിക്കലി ചെക്ക് ചെയ്തിട്ടുണ്ട്. അത് ഡോഗിനെ ഉപയോഗിച്ച് വിശദമായ പരിശോധന ക്യാമ്പുകളിൽ നടത്തിയിട്ടുണ്ട്. ഓപ്പറേഷൻ തൂഫാന്റെ ഭാഗമായി കോട്ടയം തൃക്കൊടിത്താനം പോലീസ് പായിപ്പാട് അതിഥി തൊഴിലാളികളുടെ ക്യാമ്പിൽ നടത്തിയ റെയ്ഡിൽ 3000-ലധികം പാക്കറ്റ് നിരോധിത പുകയില ഉൽപ്പന്നങ്ങളും 1 കിലോ 190 ഗ്രാം ഗഞ്ചാവും പിടികൂടി. പായിപ്പാട് സ്വദേശിയും നിരവധി ക്രിമിനൽ കേസുകളിലെ പ്രതിയുമായ തോമസ് കുര്യാക്കോസിന്റെ വീട്ടിൽ നിന്നുമാണ് വിൽപ്പനയ്ക്കായി സൂക്ഷിച്ചിരുന്ന 1 കിലോ 190 ഗ്രാം ഗഞ്ചാവ് പിടികൂടിയത്. കോട്ടയം ജില്ലാ പോലീസ് മേധാവി KM സാബു മാത്യുവിൻ്റെ നിർദ്ദേശത്തെ തുടർന്ന് ചങ്ങനാശ്ശേരി DYSP ആഷാദസിൻ്റെ മേൽനോട്ടത്തിൽ തൃക്കൊടിത്താനം SHO അനീഷ് B, സബ് ഇൻസ്പെക്ടർ അജീഷ് K ജോൺ എന്നിവരുടെ നേതൃത്വത്തിലുള്ള പോലീസ് സംഘമാണ് റെയ്ഡ് നടത്തിയത്. ഓപ്പറേഷൻ തൂഫാനുമായിട്ട് ബന്ധപ്പെട്ട് ഇന്നലെ 23/6/2026 തീയതി രാവിലെ 6 മണി മുതൽ ചങ്ങനാശ്ശേരി സബ് ഡിവിഷൻ DYSPയുടെ നേതൃത്വത്തിൽ തൃക്കൊടിത്താനം പോലീസ് ഒരു 6 ടീമായിട്ട് തിരിഞ്ഞ് ഡോസ്കാർഡിൻ്റെ സപ്പോർട്ടോടുകൂടി പായിപ്പാട് ഏകദേശം 20ഓളം അന്യസംസ്ഥാന തൊഴിലാളി ക്യാമ്പുകളിൽ പരിശോധന നടത്തി. നമുക്ക് ഏകദേശം 4000 പാക്കറ്റോളം പാൻപരാഗ് ഉൽപ്പന്നങ്ങൾ, കോട്ട്പ ഉൽപ്പന്നങ്ങൾ നമുക്ക് ലഭിച്ചിരുന്നു. അതിന് 6 കേസ് വിവിധ സ്ഥലങ്ങളിൽ നിന്നിട്ട് 6 വ്യത്യസ്തങ്ങളായ സംഭവ സ്ഥലങ്ങളായതിനാൽ 6 കേസുകൾ രജിസ്റ്റർ ചെയ്തിട്ടുള്ളതാണ്. അതിലുൾപ്പെട്ട ആളുകളെ അറസ്റ്റ് ചെയ്ത് നിയമ നടപടി സ്വീകരിച്ചുള്ളതാണ്. അതോടൊപ്പം ഈ കോട്ട്പയുടെ ഭാഗമായി റെയ്ഡ് കണ്ടക്ട് ചെയ്യുമ്പം തന്നെ NDPSൻ്റെ ആൻഡലേഴ്സിനെ കണ്ടെത്താനുള്ള എഫേർട്ടോടെ അതിൻ്റെ കൂടെ അറ്റ് ദ സെയിം ടൈം രണ്ടോടെ ജോയിൻ്റ് ആയിട്ടാണ് നടത്തുന്നത്. ആ ശ്രമത്തിൻ്റെ ഭാഗമായിട്ട് ഇവിടുത്തെ റൗഡി HS ഉള്ള ബിനു തോമസ് കുര്യാക്കോസ് എന്ന ആളെ നമുക്ക് അയാളുടെ വീട്ടിൽ സാധനം NDPS ഉൽപ്പന്നം ഉള്ളതായിട്ടൊരു ഇൻഫർമേഷൻ കിട്ടുകയും പോലീസ് പാർട്ടി അവിടെ ചെന്ന് വീട് തുറക്കാത്തതിനെ തുടർന്ന് വീടിൻ്റെ ഡോറ് ബ്രേക്ക് ഓപ്പൺ ചെയ്ത് അകത്ത് കയറി ഈ മുതലുകൾ 1 കിലോ 190 ഗ്രാം 1.19 കിലോഗ്രാം ഗഞ്ച സീസ് ചെയ്തിട്ടുള്ളതാണ്. പിന്നീട് അന്വേഷണത്തിൽ 4 കോടി വെച്ച് ഈ പ്രതിയെ പിന്നീട് അറസ്റ്റ് ചെയ്തിട്ടുള്ളതാണ്. അതിൽ പ്രതിയുടെ ഭാര്യ രതി അതിനകത്ത് 2ാം പ്രതിയാണ്. അവരെ തുടർന്ന് അന്വേഷണത്തിൽ അറസ്റ്റ് ചെയ്യുന്നതായിരിക്കും. അപ്പോൾ ഈ കേസുമായിട്ട് ബന്ധപ്പെട്ട് ഇന്നലെ രാവിലെ 6 മണിക്ക് തുടങ്ങിയ റെയ്ഡ് ഏകദേശം 9 മണി വരെ റെയ്ഡ് കണ്ടിന്യൂ ചെയ്തു. ഇത്തരം തൂഫാനുമായിട്ട് ബന്ധപ്പെട്ട റെയ്ഡുകൾ തുടർന്നും സബ് ഡിവിഷനിൽ ചെയ്തു വരുന്നുണ്ട്. നമുക്ക് നിലവിൽ ഇതുവരെ 162 റെയ്ഡ് ചങ്ങനാശ്ശേരി സബ് ഡിവിഷനിൽ ചെയ്തിട്ടുണ്ട്. ഏകദേശം 61 കോട്ട്പ കേസുകൾ നമുക്ക് ഡിറ്റക്റ്റ് ചെയ്യാൻ പറ്റി. 40ഓളം NDPS കേസുകളും എടുക്കാൻ പറ്റിയിട്ടുണ്ട്. ഇന്നലെ പിടിച്ച NDPS കേസിലെ പ്രതിക്ക് ഏകദേശം 34ഓളം കേസുകളുള്ള ആളാണ്. അയാൾ മർഡർ കേസ് ഉൾപ്പെടെയുള്ള ആളാണ്. ഇയാൾക്കെതിരെ കാപ്പ ഉൾപ്പെടെയുള്ള നിയമ നടപടികൾ തുടർന്നെടുക്കുന്നതാണ്. പാക്കറ്റുകളായിട്ടാണ് എടുത്തേക്കുന്നത്. പല സ്ഥലത്തു നിന്ന് എടുത്താണ്. 6 കേസാണ് നമ്മൾ നിലവിൽ എടുത്തേക്കുന്നത്. അതൊരു ഏകദേശം 1.5 ചാക്കോളം ഉണ്ടായിരുന്നു. പല സ്ഥലത്തു നിന്ന് എടുത്തത് 1.5 ചാക്കോളം ഉണ്ടായിരുന്നു. നമ്മൾ വ്യാപകമായൊരു റെയ്ഡ് നടത്തിയതിൽ ഏകദേശം ഒരു 300ഓളം ആളുകളെ നമ്മൾ പേഴ്സണലി ഫിസിക്കലി ചെക്ക് ചെയ്തിട്ടുണ്ട്. അന്യസംസ്ഥാന തൊഴിലാളികളായാലും 20ഓളം ക്യാമ്പുകൾ കയറി 300ഓളം പേരെ നമ്മൾ ഫിസിക്കലി ചെക്ക് ചെയ്തിട്ടുണ്ട്. അത് ഡോഗിനെ ഉപയോഗിച്ച് വിശദമായ പരിശോധന ക്യാമ്പുകളിൽ നടത്തിയിട്ടുണ്ട്. ക്യാമ്പുകളിൽ നിന്നാണ് നിരോധിത കോട്ട്പ ഉൽപ്പന്നങ്ങൾ കിട്ടിയത്. ഇതുമായിട്ട് ബന്ധപ്പെട്ട് അന്യസംസ്ഥാന തൊഴിലാളികളാണ് ഈ നാർക്കോട്ടിക് ഉൽപ്പന്നങ്ങൾ കൊണ്ടുവരുന്നത് എന്ന ഒരു ഇൻഫർമേഷൻ്റെ അടിസ്ഥാനത്തിലാണ് വ്യാപകമായ റെയ്ഡുകൾ നമ്മൾ നടത്തിയത്. ആണ് ഈ ബിനുവിനും നമ്മളിപ്പോൾ അറസ്റ്റ് ചെയ്ത ബിനുവിന് കൊടുത്തതും ഒരു ആസാം സ്വദേശിയാണെന്നുള്ള ഇൻഫർമേഷൻ ഉണ്ട്. അയാളെ നമ്മൾ വെരിഫൈ ചെയ്തിരുന്നു. അത് അയാളെ ഫോളോ ചെയ്ത് അറസ്റ്റ് ചെയ്യാനുള്ള നടപടി തുടർന്ന് ഇൻവെസ്റ്റിഗേഷൻ്റെ ഭാഗമായിട്ട് ചെയ്യുന്നതാണ്.
अजीमुद्दीन मियां कलकत्ता कलकत्ता പായിപ്പാട് മേഖലയിൽ പുലർച്ചെ 6 മണിക്ക് ആരംഭിച്ച റെയ്ഡ് 5 മണിക്കൂറിലധികം സമയം നീണ്ടുനിന്നു. വരും ദിവസങ്ങളിലും ശക്തമായ പരിശോധനയും റെയ്ഡും തുടരുമെന്ന് ചങ്ങനാശ്ശേരി ഡിവൈഎസ്പി ആഷാദ് എസ് വ്യക്തമാക്കി. കോട്ടയം തൃക്കൊടിത്താനത്ത് നിന്നും ക്യാമറമാൻ ആരോമലിനൊപ്പം രാഹുൽ ഇരുമ്പുകുഴി, ഫോക്കസ് ന്യൂസ് TV.